ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരാളെ പിടിച്ചു നിർത്തി തെരുവിൽ വെച്ച് ചോദിച്ചാലേ അവരോട് എന്താ പറയാ? അതിനുള്ളൊരു സമയമായോ? ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ അപകടമാണ്, സംശയമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പക്ഷേ സ്ത്രീയുടെ 2 ഇരട്ടി ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. പല കണക്കുകളുണ്ട്. BBC കോട്ട് ചെയ്യുന്നൊരു കണക്കുണ്ട്. 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ട് ചെയ്യുന്നത് വ്യാജ റേപ്പ് കേസുകളാണെന്നാണ്. എന്നതാണ് ഈ പറഞ്ഞു വരുന്നേ? അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. We are the guest of the magistrate. We are just going for a judicial remand. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല, എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഞാൻ പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയണ ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? മാത്രമല്ല അല്ല, ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടത്തെ ജാതീയത, ഇവിടത്തെ വർഗീയത. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? മാമച്ചനിത് എവിടുന്ന് കിട്ടിയതാ? വിവരാവകാശം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അവസാനം എന്താക്കി? സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്ക്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിനോ ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നീ മിണ്ടരുത്. ഇനി ഒരു അക്ഷരം വേണ്ടിയ കുത്തി കുടലെടുക്കും ഞാൻ. ചതിയൻ. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ.